അടിമയായി എത്ര കാലം തുടരാൻ പറ്റും? മാർക്സിസ്റ്റുകാരൻ ബി ജെ പിക്ക് പോയത് ശരിയാണോ? അത്ര കടുത്ത സാഹചര്യത്തിലേക്ക് പോകാൻ ഇവൻ്റെ മനസ്സ് എങ്ങനെ ശരിയായി? ഈ സമരം നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് പിണറായി വിളിച്ചു. എന്താ പാർട്ടിക്കെതിരാണല്ലോ പരിപാടി, ആര് പറഞ്ഞു എന്താണെന്നൊക്കെ ആദ്യം ഒന്ന് വരട്ടി. കച്ചവട സ്ഥാപനങ്ങളെല്ലാം ഇടിച്ച് പൊളിക്കാനൊന്നും ഈ ടൗണെല്ലാം പൊളിക്കണമെന്നല്ലോ. അങ്ങനെ മൂന്നാർ ടൗണെ പൊളിച്ചു മാറ്റാൻ നമ്മൾ അനുകൂലമല്ല. രാജേന്ദ്രൻ ധൈര്യമായിട്ട് നിന്നു. ഇപ്പം ഞാൻ എന്ത് വാക്ക് പറഞ്ഞാലും അത് ആ പാർട്ടിയെ ബാധിക്കുള്ളൂ. പാർട്ടിന്ന് പോകുന്നില്ലേ? ആയിക്കോട്ടെ, പക്ഷെ ഞാനിപ്പോൾ എന്ത് വാക്ക് ഉപയോഗിച്ചാലും ആ പാർട്ടിക്കെതിരാണ്. പാർട്ടി അവസരം തന്നു, ആ അവസരം പാർട്ടിക്ക് അതുപോലെ ഞാൻ തിരിച്ച് സേവനം ചെയ്തിട്ട്. നീ നാട്ടിൽ പൊക്കൂടെ മക്കളെയും അമ്മയും അച്ഛനെല്ലാം കൊണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങോട്ട് പോകണമെന്നാണ്? ഞാനിത് ജനിച്ച മണ്ണാണ്. ഇവിടെ ജാതീയമായ ഒരു പ്രശ്നം ഉണ്ടാക്കാനല്ലേ എം എം മണിയും ഇവിടുത്തെ കേമനായ നേതാവും ശ്രമിച്ചത്. പ്രസ്ഥാനത്തിൽ നമ്മളെ വിശ്വസിച്ച് വന്നുന്ന ആളുകളെ ജയിലിലിടുക, ജോലി ഇല്ലാതാക്കുക, ക്രൂരമായി അവരോട് പെരുമാറുക, അവരുടെ കാലം കഴിഞ്ഞ് അവരുടെ മക്കളോടും ഇത് തന്നെ പെരുമാറുക. ഈ ഇന്റർവ്യൂവിന്റെ ആദ്യവാചകം ഇങ്ങനെയാണ്: 3 തവണ ദൈവളത്തുനിന്ന് CPM പ്രതികരിച്ച എസ് രാജേന്ദ്രൻ അങ്ങനെ BJP നേതാവായി മാറി. എന്തിനും കാലപ്പഴക്കവും അനുഭവവും പഠിപ്പിക്കുന്ന ചില അനുഭവ പാഠങ്ങളാണ് നമ്മളെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഇപ്പം സ്കൂൾ വിദ്യാഭ്യാസം അല്ലെ കോളേജ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് മറ്റൊരു നിലയിലായിരിക്കും. ആ അനുഭവങ്ങളെല്ലാം നമുക്ക് ഉപയോഗപ്പെടും. ആ സമയത്ത് നമുക്കവിടെ ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങൾ, അതായത് പരിഹരിക്കാൻ കഴിയില്ല, ഇതിങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് ഒരു വ്യക്തിക്കാണെങ്കിലും സഹിക്കാം. ഇപ്പോൾ എനിക്ക് മാത്രമാണ് എങ്കിൽ എത്ര കാലം വേണമെങ്കിലും സഹിച്ചങ്ങ് നിൽക്കായിരുന്നു. എന്നോട് മാത്രമാണ് ക്രൂരതയെങ്കിലും സഹിച്ചങ്ങ് നിൽക്കായിരുന്നു. പക്ഷേ തുടർന്ന് വന്നിട്ടുള്ളത്, അതായത് ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് ഈ പ്രസ്ഥാനത്തിൽ കൂടിയപ്പോൾ വരദൻ മുതൽ വരദന്, മാണിക്യം, സുന്ദരമാണിക്യം, പാൽരാജ്, വൈകുണ്ഠം, ഇപ്പോൾ മോഹൻകുമാറുണ്ട് CPIയിൽ ജീവനോടുള്ള ഒരാൾ, പിന്നെ PN മനോഹരൻ, ഇങ്ങനെ ഇത്രയും ആളുകളുടെ ഒരു 10-40 വർഷത്തിൻ്റെ 30 വർഷത്തിൻ്റെ അവരുടേതായുള്ള വേദനകളും നൊമ്പരങ്ങളും ഇവരുടേതായ ഒരു പ്രയോഗവും എല്ലാം എന്നോടാണ്. അവർക്ക് വേറെ ആരോടും പറയാൻ വീട്ടിൽ ഷെയർ ചെയ്യാൻ പറ്റുന്നതല്ല. പിന്നെ പാർട്ടിക്കകത്തായതുകൊണ്ട് ഒരാളോട് ഷെയർ ചെയ്യാൻ നമ്മളെ ഉള്ളൂന്നുള്ള മട്ടിൽ നമ്മളോട് ഷെയർ ചെയ്ത് നമ്മളും കണ്ണുകൊണ്ട് കാണുകയും അതെല്ലാം മനസ്സിലാക്കുകയും ഒക്കെ കടന്നു വന്നിട്ടുണ്ട്. അടുത്ത ഊളം നമ്മളാണെന്ന് എനിക്കും 2010 ബോധ്യമാവുന്നു. 2010 ബോധ്യമാകുന്ന കാലം മുതൽ അതിന് എങ്ങനെ ഒരു ഡൈവേർഷൻ വരുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് സ്വയം ബോധ്യമാകുമല്ലോ, മുൻഗാമികൾക്ക് നടന്നിട്ടുള്ള കാലം. അപ്പോൾ അതിലേക്ക് നമ്മൾ വരുന്നു എന്ന് കണക്കാക്കിയപ്പോൾ പിന്നെ നമ്മളോട് മാത്രമല്ല നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളെയും ക്രൂരമായി അവരോട് പെരുമാറുക, അവരെ നേരിട്ട് കോടതി പോലെ ശിക്ഷിക്കുക, അങ്ങനെ വളരെ അതായത് നമ്മളോടൊപ്പം ആരും നിൽക്കരുത്, നമ്മുടെ അനുകൂലിക്കരുത്, അല്ലെങ്കിൽ നമ്മുടെ വർത്തമാനം പറയരുത്, നമ്മളോട് പോകരുത്. ഇപ്പോൾ മരണ വീട്ടിൽ പോലും ആരും പോകരുത്, കല്യാണ വീട്ടിൽ കൂടെ ആരും പോകരുത്. അങ്ങനെ MLA ആയിരിക്കുന്ന കാലത്ത് പോലും ആ നിലയ്ക്കായിരുന്നു പെരുമാറ്റങ്ങൾ. അപ്പോൾ അത് നമ്മുടെ മനസ്സിനെ വേദനിപ്പിച്ചു, അത് സഹിക്കാം, എന്ത് ബുദ്ധിമുട്ടും സഹിക്കാം. പക്ഷേ ഇതിനൊന്നും ബാധ്യതയില്ലാത്ത, നമ്മളെ സഹായിച്ചു, പ്രസ്ഥാനത്തിൽ നമ്മളെ വിശ്വസിച്ച് വന്നുന്ന ആളുകളെ ജയിലിലിടുക, ജോലി ഇല്ലാതാക്കുക, ക്രൂരമായി അവരോട് പെരുമാറുക, അവരുടെ കാലം കഴിഞ്ഞ് അവരുടെ മക്കളോടും ഇത് തന്നെ പെരുമാറുക എന്ന് പറയുന്ന അവസ്ഥയെ ഒരു അവസരമായി അവർ കണക്കാക്കി വരുന്ന സന്ദർഭം. ആ സന്ദർഭം എന്ന് പറയുന്നത് അവർക്ക് ഉണ്ടായ ഒരു ബോധം നിലവാരം, ഇവനെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇവൻ്റെ മുൻഗാമികൾക്കെല്ലാം ഇത്രയും ചെയ്തിട്ടും ഇന്നതൊക്കെയല്ലേ നടന്നുള്ളൂ, ഇവരെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ബോധത്തിൽ നിന്ന് അവർ പെരുമാറിയതിൻ്റെ ഒരു ബദൽ. അതിന് നമ്മളറിയാതെ നമ്മൾ ചിന്തിച്ചു എന്ത് ചെയ്യും. അപ്പം നമ്മളോട് വന്ന് പലരും പറയും ഇങ്ങനെ ഇരുന്നാൽ മതി, എന്ത് ചെയ്യാൻ പറ്റും, മക്കളുടെ കാര്യം, മക്കളുടെ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ അവരുടെ ഒരു ജോലി, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾ, പോലീസ് കേസ്, ഇങ്ങനെ തൊഴിൽ പ്രശ്നങ്ങൾ, അവരുടെ അവസരങ്ങളെല്ലാം നമ്മൾ കാരണം നഷ്ടപ്പെടുക എന്ന് വരുമ്പോൾ ചിന്തിച്ച് തുടങ്ങിപ്പോകും. അവസാനം ഈ ആളുകളെല്ലാം അങ്ങനെ ഒളിവാക്കി വന്ന ആളുകൾ, ജയിലിൽ പോയ ആളുകൾ
ഇതെല്ലാം കണ്ട് നമ്മുടെ മനസ്സും ചത്തു, മനസ്സ് ചത്തു. പിന്നെ നമുക്ക് വേണ്ടി അല്ലേലും നമ്മൾ ജനിച്ചു വളർന്നു, നമ്മളോടൊപ്പം ആളുകൾ നമ്മളെ സഹായിക്കാമെന്ന് നമ്മുടെ കൂടെ പ്രസ്ഥാനത്തിൽ കൂടി ആ പ്രസ്ഥാനം അവരെ ദ്രോഹിക്കുന്നു. പൊതുവിൽ ഒരു പ്രശ്നമായി അത് മാറി നിൽക്കുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ആ പാർട്ടിക്കകത്ത് കൂടിയത് എന്തിനെന്ന് വെച്ചാൽ ഒരു മാറ്റം വരുത്താനാണ്. അത് അതിനേക്കാൾ വളരെ മോശമായി പോകുന്ന സാഹചര്യം വരുന്നു. പാർട്ടിക്ക് പരാതി കൊടുക്കുന്നു, പരാതി അന്വേഷണത്തിന് വരുന്നു, അന്വേഷണം വന്ന പരാതി കണക്കാക്കി നമ്മുടെ പേരിൽ പുതിയ അന്വേഷണം, പരാതി കൊടുത്തയാളുടെ പേരിൽ പുതിയ അന്വേഷണം വരിക. അപ്പോൾ മനസ്സമായാൽ എന്ന് വിചാരിക്കാത്ത കാര്യങ്ങൾ ഒരു പളിച്ചൊല്ല് വാങ്ങിക്കുക, പളിച്ചൊല്ല് കേൾക്കുക എന്ന് പറയുമ്പോൾ നമുക്കും കുടുംബങ്ങളുണ്ട്, പെൺമക്കളുണ്ട്. ഓ, ഇവൻ്റെ അച്ഛൻ ചതിയനാണ് എന്ന് പരസ്യമായി പൊതുജനങ്ങൾ മധ്യത്തിൽ നമ്മളെ മോശമായി ചിത്രീകരിക്കുക, വാർത്ത കൊടുക്കുക, പത്രത്തിൽ കൊടുക്കുക, സർക്കുലറിൽ കൊടുക്കുക, മൈക്കിൽ കൂടി പ്രസംഗിക്കുക. അങ്ങനെ ഒരുപാട് ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും താങ്കൾ. എന്നെ ഓത്തരവിക്കരുത് എന്ന് മാത്രമേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളൂ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷവും കൂടെ നിന്ന ആളുകളെയും പിന്നെ കടുത്ത നിലയിൽ ദ്രോഹിക്കുക എന്ന് വരുമ്പോൾ എന്ത് ഒരു പരാജയം അവിടെ ഉണ്ടായാലും അതിന് രാജേന്ദ്രൻ കാരണമാണ്. വിജയസാധ്യതകൾ ഉണ്ടായാൽ അതിനെല്ലാം വേറെ ആളുകളാണ് അതിൻ്റെ കാരണക്കാർ. അപ്പം നമുക്ക് ഒരു പരിധിയില്ലേ? നമ്മൾ വളർന്നതും ഈ പറഞ്ഞ പോലെ പരിശീലിച്ചതും നമ്മൾ വളർന്നതും ഒരു പ്രസ്ഥാനത്തിൽ നമുക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള ആ പ്രതികരണത്തിൻ്റെ ശേഷി നശിച്ചു പോയിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് ആവശ്യം അതിൽ ഒന്ന് നമ്മൾ രണ്ട് ഉദ്ദേശം. ഒന്ന്, നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ അവർ പഠിക്കും. ഇത് ഇന്നലെ തുടങ്ങിയതല്ല, 40-40 വർഷക്കാലമായി എൻ്റെ മുൻഗാമികൾക്കടക്കം നടത്തിയിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിന് തിരിഞ്ഞു നോട്ടം ആ പാർട്ടിക്കകത്ത് വേണം. നമ്മളിപ്പോൾ പുറത്തായപ്പോഴും പുറത്താക്കുന്ന മുമ്പേ ഞാൻ പുറത്താക്കും എന്തേലാട്ടെ. അപ്പം നമ്മൾ വന്നപ്പോൾ അതങ്ങനെ. പിന്നെ രണ്ടാമത്തത്, നമുക്ക് ഉദ്ദേശം ഒരു വലിയ രാഷ്ട്രീയ ഭാവിയല്ല, സ്ഥാനമാനമല്ല, ഒരു സമാധാനപരമായ മനസ്സുള്ള അന്തരീക്ഷം, നമ്മളോടൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് സഹായിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം, പറഞ്ഞു വിട്ടാൽ അവരോട് അവരുടെ പ്രയാസങ്ങൾ കേൾക്കാനും അല്ലെ പറഞ്ഞു തീർക്കാനുമുള്ള ഒരു സംവിധാനം. ഇത്രയും നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ. വേറെ ഇതിനകത്ത് നമ്മളെ അങ്ങനെ കൊണ്ട് എത്തിച്ചതിൻ്റെ പരിശീലനം അവിടെ തന്നെയാണ്. വേറെ അതിനകത്ത് വേറെ ഒരു മാറ്റമില്ല. അങ്ങനെ മാറുന്നത് BJP-യിൽ എത്തിച്ചതാണ് നിർബന്ധമായും. 2023 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പരിപാടിക്ക് പോകണമെന്ന് പറഞ്ഞു. നമ്മൾ പോയി. കോയിന്ന് മാസ്റ്റർ വിളിച്ച് അങ്ങ് പോയി. നമ്മുടെ പ്രസക്തി അവിടെ ഇല്ല എങ്കിൽ പിന്നെ നമ്മളെ മുഖ്യമന്ത്രിയോ ആരും പറയേണ്ട കാര്യമില്ലല്ലോ. ഒരു പ്രസക്തം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ പോയി. പക്ഷേ ആ പ്രസക്തം ഇവിടെയുള്ള ലീഡേഴ്സിനെ ബോധ്യമായില്ല. പരിപാടി ഇന്ന സ്ഥലത്ത് പോകണം, അല്ല ഇങ്ങനെ പോകണം, ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പങ്കാളിയാവണം എന്ന് അക്കോമഡേറ്റ് ചെയ്യണം, നമ്മളെ അതിൻ്റെ കൂടെ ഒപ്പം നിർത്തണമെന്ന് അവർക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യമില്ല എന്നുള്ളതാണ്. എല്ലാ ദിവസവും എനിക്ക് മുഖ്യമന്ത്രിയോട് രാവിലെ വിളിച്ചിട്ട് എന്നെ അങ്ങനെ പറയുന്നു, എന്നെ ഇങ്ങനെ പറയുന്നു, അതിങ്ങനെയാണ്, അത് അങ്ങനെയാണെന്ന് അദ്ദേഹത്തിനോട് നമുക്ക് എന്നും പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഗോവിന്ദ മാസ്റ്ററോട് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? അവരും ഒരു നിലയിൽ പാർട്ടി ഒരുമിച്ച് പോകണം എന്നുള്ള നിലയ്ക്ക് ശ്രമിക്കാം. നമ്മളെ വിളിക്കാം, സംസാരിക്കാം, അവരോട് വിളിച്ച് പറയാം, നിങ്ങളത് എന്താണെന്ന് വെച്ചാൽ പരിഹാരം കണ്ടു പോകണമെന്ന് അവർക്ക് പറയാം. പക്ഷേ ഇവിടെ ചുറ്റിലുള്ള മുഴുവൻ വാതുകളും കൊട്ടി അടച്ച്, നമ്മൾ കൊട്ടി നോക്കിയാലും അടച്ച് പൂട്ടി അവിടെ അങ്ങനെ തന്നെ നിൽക്കും എന്ന് തോന്നിയാൽ നമുക്ക് ഇത്രയ്ക്ക് ആയി എന്ന് ബോധ്യപ്പെട്ട് ഇനി ഇല്ല എന്നുള്ള ബോധ്യം വന്നാൽ പിന്നെ എന്താ വേണ്ടേ? ഗോവിന്ദ മാഷ് വിളിച്ചു, മുഖ്യമന്ത്രി വിളിച്ചു, ആ പരിപാടിയിൽ പങ്കെടുത്തു. കോടിയേരി അതിന് മുമ്പും ഇടപെട്ട് സസ്പെൻഷൻ പിൻവലിച്ചല്ലോ, ഓരാണ്ടുകാല സസ്പെൻഷനെ പിൻവലിച്ചു. അപ്പോൾ സസ്പെൻഷനെ പിൻവലിച്ചതിന് ശേഷവും മൈക്കിൽ കൂടി പറയുകയല്ലേ, ഞാൻ പുറത്താക്കും. അപ്പോൾ കോടിയേരി പറഞ്ഞതിൻ്റെ വാക്കിന് എന്താ ബലം ഇവർ കൊടുക്കണേ? അല്ല, ഏതെങ്കിലും ഈ പാർട്ടിയുടെ കേന്ദ്ര തീരുമാനങ്ങൾ അതേപടി ഉൾക്കൊണ്ടുകൊണ്ട് നിലനിൽക്കുന്നവരാണെങ്കിൽ പിന്നെയും നമുക്ക് കേൾക്കാം. നേതാക്കന്മാർ അവർ കേൾക്കുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ രാജേന്ദ്രൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കായിരുന്നു. ഞാൻ 2006-2007 കാലഘട്ടങ്ങളിലാണ് രാജേന്ദ്രനുമായിട്ട് കൂടുതൽ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുക, ഇവിടെ വന്ന് പല റിപ്പോർട്ടുകൾ ചെയ്ത്. അന്ന് മൂന്നാറിൽ വരുമ്പോൾ എസ് രാജേന്ദ്രൻ, KK ജയേന്ദ്രൻ, MM മണി, ഈ ഒരു ത്രിമൂർത്തികളുടെ ഒരു ശക്തി ദുർഗത്തിലായിരുന്നു പാർട്ടി. അതിൽ നിന്ന് രാജേന്ദ്രൻ മാത്രം ഇങ്ങനെ വഴിമാറിപ്പോകാൻ, അല്ലെങ്കിൽ ഇങ്ങനെ രാജേന്ദ്രനെ അടിതെറ്റിപ്പോകാനുള്ള ഒരു കാരണം എന്താണ്?
രാജേന്ദ്രൻ അന്നും തിരുമൂർത്തികളിൽ ഒരാളല്ല. ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. നേതാക്കന്മാർ അവർ തന്നെ, ഇന്നും അവരൊക്കെ തന്നെ. ഉൾക്കൊള്ളില്ല, ഞാൻ പറഞ്ഞതിനെ ആവർത്തിക്കുന്നില്ല. വരദൻ്റെ കാലം മുതൽ ഇങ്ങോട്ടേക്കുള്ള ഒരു ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി, അതങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ തുറന്നു പറയുകയാണ്, അങ്ങനെയുള്ള ഒരു ജനറേഷനെ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുന്നില്ല. 3-4 വട്ടം ജയിച്ച ഒരാൾ മറ്റ് ആളുകളോട് പെരുമാറാനും പറയുന്ന വർത്തമാനങ്ങൾ അവർക്ക് മനസ്സിലാവുകയും നമ്മൾ ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളിനെ പാർട്ടിക്ക് മാത്രം ഉൾക്കൊള്ളാൻ പറ്റാത്തത് എന്ത് സ്ഥിതിയിലാണ്, എന്ത് അർത്ഥത്തിലാണ്, എന്താണ് സാഹചര്യം? എന്നെ വിട്, ഇതിന് മുമ്പുള്ള ആളുകൾ അങ്ങനെയാണല്ലോ. അപ്പോൾ എന്താ എൻ്റെ ഒരു 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 കാഴ്ചപ്പാട്, ഉൾക്കാഴ്ച എന്താണ്? ആ ഉൾക്കാഴ്ച, അതായത് രാജേന്ദ്രന് വിശ്വാസമില്ല. രാജേന്ദ്രന് ഒരു വീട്ടിൽ വിശ്വാസം ഇല്ലയെന്ന് പറഞ്ഞാൽ കുടുംബാംഗങ്ങളോട് പിന്നെ എങ്ങനെ സമാധാനമുണ്ടാവും? രാജേന്ദ്രൻ രാജയ്ക്കെതിരെ പ്രവർത്തിച്ചു. എപ്പോഴെങ്കിലും പ്രവർത്തനത്തിൻ്റെ ഇടയ്ക്ക്, രാജേന്ദ്ര നീ ചെയ്തത് തെണ്ടിത്തരവാണ്, അല്ലെ പോക്കിരിത്തരവാണ് എന്ന് എം എം മണിയോ ജയചന്ദ്രനോ ആരെങ്കിലും പറഞ്ഞോ? അന്നേരത്തേക്ക് ഒരു പിടികിട്ടാൻ നേതാവ് പറയുകയാണ് ആഫീസിനകത്തിരുന്നിട്ട്, കേക്ക് എല്ലാവർക്കും വിളമ്പുകയാണ്, ഞാനും നിൽക്കുകയാണ്. ആ കേക്കിന് ആഗ്രഹിച്ചിട്ടല്ലോ, മനസ്സിലല്ലോ കൊടുക്കാൻ. ചുറ്റി നിൽക്കുന്ന പാർട്ടിക്കാരെന്താ കരുതുക? അപ്പോൾ അനൗൺസ്മെൻറ്റ് വരുമ്പോൾ എന്താ മാനസികാവസ്ഥ? ആഫീസിനകത്ത് പോകുമ്പോൾ കേട്ടില്ലേ, ലോകം മുഴുവനും നിന്നെ സംബന്ധിച്ച് പറയുന്നത് കേട്ടില്ലേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? തലേ ദിവസം പോലും ഒരുമിച്ച് നിന്ന ആളുകൾ പിറ്റേ ദിവസം റിസൾട്ട് വന്നേ അന്ന് ഇതാണ് പറഞ്ഞ വാക്കുകൾ. പിന്നെ ഒരു നേതാവ് പറഞ്ഞു, നീ മക്കളെയും ഭാര്യയും അച്ഛനും അമ്മയും കണ്ട് നാട്ടിൽ പോയിക്കൂടെ? ഞാൻ ജനിച്ച മണ്ണാണിത്. വേറെ ഒരു പാർട്ടിയിലേക്ക് പോകാൻ ഒരു അടിസ്ഥാന കാരണം വേണ്ടേ? നീ നാട്ടിൽ പൊക്കൂടെ മക്കളെയും അമ്മയും അച്ഛനെല്ലാം കൊണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങോട്ട് പോകണമെന്നാണ്? ഞാനിത് ജനിച്ച മണ്ണാണ്. സംസ്ഥാനം രൂപപ്പെടുന്നതിന് മുൻപേ എൻ്റെ മുൻഗാമികൾ വന്നതാണ്. സംസ്ഥാനം രൂപപ്പെട്ടത് എൻ്റെ മുൻഗാമികൾ വന്നതിന് ശേഷമാണ്. ഞാൻ പട്ടയവും 1000 രൂപ കാശും വാങ്ങിച്ചുകൊണ്ട് ജീവിക്കാൻ വന്ന ആളുകളല്ല എൻ്റെ മുൻഗാമികൾ. എൻ്റെ മുൻഗാമികൾ അധ്വാനിച്ച് ജീവിക്കാൻ വന്ന ആളുകളാണ്. അന്ന് ഇത് തമിഴ്നാടിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ തമിഴ്നാട് കേരളം എന്ന് ഞാൻ പറയുന്നതല്ല, മറിച്ച് പറഞ്ഞതെങ്ങനെയാ? നാട്ടിൽ പൊക്കോളണമെന്ന്. എന്താ എൻ്റെ ഉൾക്കാഴ്ചപ്പാട്? വരദനോടും അത് തന്നെയല്ലേ പറഞ്ഞേ? അപ്പോൾ നമ്മൾ പോകണമെന്ന് കരുതിയില്ലെങ്കിലും ആരുടെ വാക്കാണ് നമ്മളെ ഉന്തി പുറത്തേക്കാക്കുന്നത്? ഇനി ഞാൻ ഇത്ര വർഷം പരിചയമുള്ള ഒരാൾ പാർട്ടി കമ്മിറ്റിക്ക് പോയാൽ ഏറ്റവും അവസാനം ഇരിക്കണമെന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു സീനിയാരിറ്റി ഇല്ലേ? പാർട്ടിക്കകത്ത് ഒരു സീനിയാരിറ്റി ഇല്ലേ? ഇവിടെ ഞാൻ മത്സരിക്കാൻ തുടങ്ങുമ്പോൾ താങ്കളുള്ള സമയത്താണ് ഇവിടെ പാർട്ടി എന്തുണ്ടായിട്ടുണ്ടാവും താങ്കൾക്കറിയാം. എൻ്റെയും കൂടെ ഒരു അധ്വാനമല്ലേ യൂണിയൻ്റെ റെക്കഗ്നേഷൻ, ആദിവാസി മേഖലയിലെ പാർട്ടി ഫലപ്രദമായത്, കാർഷിക മേഖലയിലേക്ക് പാർട്ടിയുടെ ഒരു വളർച്ച. എൻ്റെയും ചെറിയ വിളിക്കുമ്പോഴെല്ലാം, സഖാക്കൾ വിളിക്കുമ്പോഴെല്ലാം ഞാൻ പോയതല്ലേ? ഏതെങ്കിലും സഖാവിനോട് ഞാൻ അസംതൃപ്തി കാണിച്ചിട്ടുണ്ടോ? എത്ര ക്ഷീണം ഉണ്ടെങ്കിലും ഞാൻ പോയിട്ടില്ലേ? മരണം കണ്ണിൽ മുമ്പിൽ കണ്ടുകൊണ്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. ജയിലിൽ കിടന്നിട്ടുണ്ട്, സ്റ്റേഷനിൽ കിടന്നിട്ടുണ്ട്, വെയിറ്റിംഗ് ഷെഡിൽ കിടന്നിട്ടുണ്ട്. ആദിവാസി കുടികളിൽ 10, 30, 40 പേരുടെ കൂടെ ഛത്രത്തിലും കിടന്നിട്ടുണ്ട്. അതെല്ലാം പഠനമാണ്. നമുക്ക് ഛത്രത്തിലൊക്കെ കിടന്നു എന്ന് പറഞ്ഞാൽ ഒരു ലൈബ്രറിയുടെ കൂട്ടാണ്. രാത്രി 3 മണിക്ക് അവർ ഉപദേശം തുടങ്ങും ആ ഇളവട്ടം പയ്യന്മാർക്ക്. വന്ന വഴി മറന്നുപോയോ എന്ന് എന്നോട് ഒരാൾ ചോദിച്ചു. ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ലേ ഈ ബന്ധം? വളരെ അടുപ്പമുള്ള ആളാണ്. എനിക്ക് നിങ്ങളോട് വേറെ എന്തിനു പോയെന്ന് ചോദിക്കാൻ പറ്റത്തില്ല. വന്ന വഴിയും മറന്നോ എങ്ങനെ എന്ന് ചോദിച്ചു. ഈ വന്ന വഴികളെല്ലാം ഓർമ്മയിലുള്ളത് കൊണ്ടാണ് അവരെ ഉപേക്ഷിക്കേണ്ടി വന്നത്. ജീവനും കൊടുത്ത് വളർത്തിയ ഒരു പ്രസ്ഥാനത്തിനകത്ത് നിന്നിട്ട് എൻ്റെ അധ്വാനവും കൂടെ അതിനകത്ത് ഉണ്ടേ എന്ന് ചിന്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. പോട്ടെ, എന്നോടൊപ്പം നിന്ന് അധ്വാനിച്ച ആളുകൾ, എന്നെ രാത്രിയിൽ കൂട്ടിന് വന്നവർ, ഭക്ഷണം തന്ന ആളുകൾ, അവരെയും ജയിലിൽ ഇടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളെന്ന് പറയുമ്പോൾ ശത്രുക്കളാണോ എതിരാളികളാണോ അവരെങ്ങനെ പാർട്ടിക്കകത്ത് ഒരുമിച്ചിരിക്കുന്നത്? ആ പാർട്ടിക്കകത്ത് കലഹമുണ്ടാകരുത് എന്ന് കരുതിയിട്ടാണ് കേട്ടോ. പിന്നെ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ സ്വയം മെമ്പർഷിപ്പ് പുതുപ്പിക്കാത്തത്. ഞാനും കൂടെ പുതുപ്പിച്ചിരുന്നെങ്കിലോ,
മെമ്പർഷിപ്പ് പുതുപ്പിച്ചിരുന്നെങ്കിൽ ഇവിടെ ജാതീയമായ ഒരു പ്രശ്നം ഉണ്ടാക്കാനല്ലേ എം എം മണിയും ഇവിടുത്തെ കേമനായ നേതാവും ശ്രമിച്ചത്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ജാതി തിരിച്ച് ജില്ലാ കമ്മിറ്റി അനുവദിക്കാറുണ്ടോ? കേട്ടിട്ടുണ്ടോ? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ജാതി തിരിച്ച് ജില്ലാ കമ്മിറ്റി കൊടുക്കാറുണ്ടോ? വീതം വെക്കാറുണ്ടോ? അപ്പം ഉണ്ട്, ഒരുപാട് വേദനകളുണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. അതെല്ലാം എന്തുകൊണ്ട് രാജേന്ദ്രൻ അവർക്ക് അനഭിമതനായി? 2017 കോടിയേരിക്ക് ഒരു പരാതി കൊടുത്തു. 2010 ഞാൻ തിരിച്ചറിഞ്ഞു. 1986 വരദൻ എന്നോട് പറഞ്ഞു, ഞാൻ കോൺഗ്രസ്സിൽ പോവാൻ, നീ എങ്ങും പോകരുതെന്ന്. സുന്ദരമാണിക്യം എന്നോട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. മാണിക്യ അണ്ണനും പറഞ്ഞിട്ടുണ്ട്. ബീഡി വലിക്കുന്നത് കൊണ്ട് ഒരാളെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ബീഡി വലിച്ചത് കൊണ്ട് ഒരാളെ ജനറൽ സെക്രട്ടറിയിൽ നിന്ന് മാറ്റിയ ചരിത്രം മൂന്നാറിലേ ഉള്ളൂ. യൂണിയൻ റെക്കഗ്നൈസേഷൻ കിട്ടിയത് കൊണ്ട് അയാൾക്ക് ഒരു കാരണം കണ്ടെത്തിയതാണ്. അങ്ങനെ പല കാരണങ്ങളുണ്ട്. അപ്പോൾ 10 സുന്ദരമാണിക്യം അന്ന് യൂണിയൻ റെക്കഗ്നൈസേഷൻ കിട്ടിയതിന് ശേഷം അങ്ങേരെ മാറ്റുന്നു കൺവെൻഷനിൽ. അപ്പം ഞാൻ പറഞ്ഞു, റെക്കഗ്നൈസേഷൻ ഇല്ലാത്തപ്പോൾ ഒരാൾ ചുമന്നുകൊണ്ട് നടന്നല്ലോ യൂണിയനെ. റെക്കഗ്നൈസേഷൻ കിട്ടിയപ്പോൾ ഒരു വർഷക്കാലം അങ്ങേരെ തുടരട്ടെ. അപ്പോൾ സുന്ദരമാണിക്യം പറഞ്ഞു, ഇല്ല, പാർട്ടി തീരുമാനം ഞാൻ അംഗീകരിക്കുന്നു. സമ്മതം. അപ്പോൾ ഇത് എൻ്റെ ഒരു സ്വാതന്ത്ര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അവിടെ നിന്ന് അങ്ങ് മാറി. പിന്നീട് ഒരു നേതാവ് യൂണിയൻ്റെ പ്രസിഡൻ്റായി. അന്നു മുതൽ ഇന്ന് വരെ അങ്ങേരാണ്. അദ്ദേഹം അവിടെ അങ്ങ് തുടങ്ങിയതാണ്. 2011 സെക്കൻഡ് തെരഞ്ഞെടുപ്പ് ഈ VSൻ്റെ വരവോട് കൂടി നിന്ന പ്രതിസന്ധി ഘട്ടത്തിലാണ് ദേവികുളത്ത് എസ് രാജേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥിക്ക് സ്വീകരണമില്ല. ദേവികുളം ടൗണിൽ സ്വീകരണമില്ല. AK മണിയോട് ഷാക്കൻ കൊടുക്കുന്നു. അപ്പോൾ ഒരു ചുവന്ന ലൈറ്റ് ഉണ്ടല്ലേ മൂന്നാറിലേക്ക് എന്ന് 2 ഇവിടുത്തെ നേതാക്കന്മാർ ചോദിക്കുന്നു. ഞാനും കൂടെ നിൽക്കുകയാണ്. ഒരു സ്ഥാനാർത്ഥിയായ ആളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അപ്പം ഞാനല്ലല്ലോ പാർട്ടിയിൽ നിന്ന് അകന്നു പോയത്. അപ്പോൾ അവരായി ഉണ്ടായ ഒരു വിടവ്. എന്നാലും നമ്മൾ സഹിച്ച് കൂട്ടത്തിൽ പോയി ജയിച്ചു. മുല്ലപ്പെരിയാറിൽ 12 ദിവസം കിടന്നു. അത് കഴിഞ്ഞു പൊമ്പളൂരിമ വന്നു. പൊമ്പളൂരിമയിൽ മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിലുണ്ട് ഞാൻ, എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, എൻ്റെ അനിയൻ ദേ നിൽക്കുന്നു, ഇവൻ്റെ മക്കൾ. ഇങ്ങനെ എൻ്റെ ബന്ധുക്കളായിട്ടുള്ള ആളുകളും എന്നെ ബലപ്പെടുത്തിയ കുറച്ച് ആളുകൾ മാത്രമാണ് പൊമ്പളൂരിമ സമരത്തിന് എതിരെ ഞങ്ങൾ റോട്ടിൽ ഇരുന്ന ആളുകൾ. അതിന് മുൻപ് ഒരു 11 ദിവസം ഞാൻ ഒറ്റയ്ക്ക് നിരാഹാരം കിടന്നു. VS വന്നിട്ടാണ് ആ ബോണസിൻ്റെ പ്രശ്നം 20% തീർക്കുന്ന അന്ന് എൻ്റെ പന്തലിൽ വന്നിട്ട് പിറ്റേ ദിവസമാണ് തീരുന്നത്. കോടിയേരി വന്നതിന് ശേഷമാണ് ഈ നേതാക്കന്മാർ എൻ്റെ പന്തലിലേക്ക് വന്നത്. കോടിയേരി പറഞ്ഞിട്ടാണ് ഞാൻ നിരാഹാരം കിടക്കുന്നത്. കോടിയേരി വന്നതിന് ശേഷമല്ലേ മറ്റു നേതാക്കന്മാർ മൂന്നാറിൽ ഇറങ്ങിയത്. എന്നിട്ടും പാർട്ടിയോട് ഞാൻ നിന്ന എന്നോട് വിശ്വാസക്കുറവ് എപ്പോൾ വന്നു? അവർക്ക് ഞാൻ ഒരു എന്താ പറയുക, അവരോട് ഒപ്പമാണോ അല്ലെ മേളിലാണോ, ഇനി ഇവന് വിടാൻ പറ്റുമോ എന്ന ചിന്താഗതി വന്നപ്പോഴല്ലേ. ഞാൻ ഇവരോട് എന്ത് ചോദിച്ചിട്ടാണ്? ഒരു തെരഞ്ഞെടുപ്പിലും എന്നെ മത്സരിപ്പിക്കണമെന്ന് ഞാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. കോടിയേരിയോടും 2 വട്ടവും ഞാൻ പറഞ്ഞു, ജയചന്ദ്ര സഖാവിനോടും പറഞ്ഞു എന്നെ മത്സരിപ്പിക്കരുത്. പക്ഷേ സങ്കീർണതയായ ഒരു ഘട്ടമാണ് 2011 VSൻ്റെ വരവ്, 2007, 2014 പൊമ്പളൂരിമ സമരം, 14-15 ആ പ്രതിസന്ധി മറികടക്കാനുള്ള സാഹചര്യങ്ങൾ. 2000 ഞാൻ മത്സരിക്കുമ്പോഴും ത്രികോണ മത്സരം പാർട്ടി അവസരം തന്നു. ആ അവസരം പാർട്ടിക്ക് അതുപോലെ ഞാൻ തിരിച്ച് സേവനം ചെയ്തിട്ടുണ്ട്. അത് ഉൾക്കൊള്ളാൻ അവർക്ക് എന്നാണോ കഴിയാതെ പോയത്, ഉൾക്കൊള്ളരുത് എന്ന് അവർ എന്തുകൊണ്ട് മനസ്സിൽ കരുതിയോ, എന്തുകൊണ്ട് എൻ്റെ അകൽച്ച വേണമെന്ന് കരുതിയോ, എന്തുകൊണ്ട് അവൻ ഇവിടെ നിന്നാൽ മതി എന്ന് കരുതിയോ, അവിടെ മുതലാണ് തുടക്കം. ആ തുടക്കം 86 വരദം പോകുന്ന കാലം മുതൽ ഇങ്ങനെ വരും എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. അങ്ങനെ ഓരോരുത്തരും സുന്ദരമാണിക്യൻ്റെ കാലം വരുമ്പോഴും ഞാൻ അടുത്ത ആളാണ്, അതിൻ്റെ അടുത്ത ആളാണ്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞാൽ അടുത്ത ഊളമുള്ള ഒരാളില്ലേ? താങ്കളുടെ വളർച്ചയിൽ ഭയമുള്ള
ഒരു സാഹചര്യമുള്ളത് കൊണ്ടാണോ? ഭയം എന്ന് ഞാൻ പറയില്ല, അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം വേണ്ട, അത്ര തന്നെ. അല്ല, അതിന് കാരണം വേണമല്ലോ. ആ കാരണം ഇപ്പോൾ എനിക്ക് പറയാനും പറ്റത്തില്ല. അത് എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു നിലവാരത്തിനെ പറയാൻ പറ്റുന്ന വാക്കുകളല്ല അത്. മുനിയാശാൻ്റെ പല വാക്കും വരാറുണ്ട്, ഒരെണ്ണം ഒന്നും ഞാൻ പറയില്ല. അതായത് ചിലത് കണ്ടും കാണാത്തതുപോലെയും ചിലത് കേട്ടും കേൾക്കാതെ പോലെയും ഒരു, ഇപ്പം ഞാൻ എന്ത് വാക്ക് പറഞ്ഞാലും അത് ആ പാർട്ടിയെ ബാധിക്കുള്ളൂ. പാർട്ടിയിൽ നിന്ന് പോകുന്നില്ലേ? ബാധിക്കട്ടെ. ആയിക്കോട്ടെ, ഞാൻ പാർട്ടിയിൽ നിന്ന് മാറി വേറെ പാർട്ടിക്ക് പോയി. പക്ഷെ ഞാനിപ്പോൾ എന്ത് വാക്ക് ഉപയോഗിച്ചാലും ആ പാർട്ടിക്കെതിരാണ്. ആ ഇപ്പം താങ്കളെക്കാളും എന്നെക്കാളും അറിയാവുന്ന പാർട്ടി നേതാക്കളാണ് ഇവരെല്ലാം അറിയാവുന്ന ആളുകൾ. അവരും എന്ത് കരുതി? ഇതൊക്കെ മതി എന്ന് കരുതി. 2017 കൊടുത്ത പരാതി അന്വേഷിക്കാൻ താഴോട്ട് കൊടുത്തു. 2020 ഞാൻ കൊടുത്ത പരാതി താഴോട്ട് അന്വേഷിക്കാൻ കൊടുത്തു. ഇതെല്ലാം കണക്കാക്കിയല്ലേ 21 എനിക്കെതിരെ വിശ്വാസ വഞ്ചകനാണ് എന്നുള്ള നിലയിൽ കമ്മീഷൻ വന്നത്. കമ്മീഷൻ വെക്കുന്ന മുമ്പെങ്കിലും നീ ഇന്ന കുറ്റം ചെയ്തിട്ടുണ്ട് ചോദിച്ചില്ലല്ലോ. പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ ചെന്നപ്പോൾ വിമുഖത കാണിച്ചു, രാജയുടെ പേര് പറഞ്ഞില്ല, രാജയെ മോശമായി പറഞ്ഞു, ഇതൊക്കെ എല്ലാവരും അവർ പറഞ്ഞത്. എന്നാൽ അതിനെ ഇത്രയും ബന്ധമുള്ള ആളുകൾ നേരിട്ട് ഏതെങ്കിലും എവിടെയെങ്കിലും കണ്ടെന്നുള്ളൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. മാറാൻ ഇടയായ കാര്യങ്ങളൊക്കെയാണ്. അവർ ഒരു കാരണവശാലും ഉൾക്കൊള്ളില്ല എന്ന് വന്നപ്പോൾ പിന്നെന്ത് വേണം? കൂടെ നിൽക്കുന്ന ആളുകളെയും മറ്റുള്ള ആളുകളെയും സംരക്ഷിച്ചേ പറ്റും. താങ്കൾ പറഞ്ഞു വരുന്നതാണെങ്കിൽ അടുത്ത നിയോഗം രാജയ്ക്കാണ്. എന്തുപോലെ ആയിക്കോട്ടെ, അല്ലേ? എനിക്കറിയില്ല. ഞാൻ ഈ 2007 കാലയളവ് മൂന്നാർ ദൗത്യമൊക്കെ നിൽക്കുന്നു. ഒരുപക്ഷെ ഞാനടക്കമുള്ളവർ എസ് രാജേന്ദ്രനെ വിമർശിച്ചിട്ടുണ്ട്, വാർത്തകൾ ചെയ്തിട്ടുണ്ട്. അന്നൊരു ഉരുക്ക് കൂട്ട പോലെ വന്നത് എം എം മണിയാണ്. ആ എം എം മണി താങ്കളുമായിട്ടൊരു അകലാനുള്ള ഒരു കാരണം, അല്ലെങ്കിൽ എം എം മണിക്ക് താങ്കൾ അനഭിമിതനാകുന്നത് എങ്ങനെയാണ്? ഞാൻ അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ഒരു കാലത്തും എനിക്കെതിരെ വന്ന വിമർശനത്തിനെ കോടിയേരിയും മുഖ്യമന്ത്രിയും സംരക്ഷിച്ചു എന്നുള്ളതല്ലാതെ ഒരു രേഖ കാണിക്കാവോ വേറെ ആരെങ്കിലും എപ്പോഴെങ്കിലും എന്നെ സംരക്ഷിച്ചെന്ന്? താങ്കൾ പറഞ്ഞ വാക്കും ശരിയായ ദിശയിലല്ല. ഒരു സ്ഥലത്തും എപ്പോഴെങ്കിലും എവിടെയെങ്കിലും. അന്നേരവും അദ്ദേഹം പറഞ്ഞത് ഓണത്തിൻ്റെ ഇടയ്ക്ക് പൂട്ട് കച്ചവടമാണ്. ഇപ്പോൾ 2007 കഴിഞ്ഞ് 2026 നമ്മൾ ആയല്ലോ, 20 വർഷമായില്ലേ. ഈ 20 വർഷ കാലയളവിൽ താങ്കളുടെ അന്വേഷണത്തിൽ ഞാൻ എത്രമാത്രം കയ്യേറ്റക്കാരനാണ് ഞാൻ? എന്നേലും ഇടുക്കി ജില്ലാ കമ്മിറ്റിക്കാർ ഈ പറഞ്ഞ 2 നേതാക്കൾ ആരെങ്കിലും രാജേന്ദ്രൻ അങ്ങനത്തെ ആളല്ല എന്ന് പറഞ്ഞു? അതല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ 8 സെൻറ്റ് ഭൂമി ഉണ്ടായിരുന്നു, അവൻ ഇവിടെ ജനിച്ച ആൾ, അവൻ കിടക്കാൻ അവകാശപ്പെട്ട ആളാണെന്ന് പറഞ്ഞു. കോടിയേരി പറഞ്ഞു ഇനിയും 92 സെൻറ്റ് കൊടുക്കണമെന്ന്. മുഖ്യമന്ത്രി പറഞ്ഞ എൻ്റെ കയ്യിൽ പട്ടയം ഉണ്ടല്ലോ എന്ന്. അപ്പോൾ സംരക്ഷിക്കണമെന്ന് ചില ആളുകൾ കരുതുമ്പോഴും ചില ആളുകൾ മുൻവിധിയോടുകൂടി പല നിലപാടുകളും സ്വീകരിച്ചു വന്നു. എന്തുകൊണ്ടാണ് എം എം മണിക്ക് താങ്കൾ അനഭിമിതനാകുന്നത്? ഇത്രയധികം ശത്രുത വരാൻ കാരണം? അതങ്ങനെ പറയാൻ കഴിയില്ലെന്ന് എനിക്കറിയാം എന്താണെന്ന്. അതങ്ങനെ പറയാൻ കഴിയില്ല. അത് ഇതുപോലുള്ള പാർട്ടിയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞാൽ അത് ശരിയാവില്ല, അത് ശരിയല്ല. പിന്നെ ആരാണ് താങ്കളെ വേട്ടയാടുന്നത്? ഇപ്പം സംസ്ഥാന നേതൃത്വം നമുക്ക് മാറ്റി നിർത്താം. കോടിയേരി, എം വി ഗോവിന്ദൻ, മുഖ്യമന്ത്രി അടക്കം താങ്കളൊരു പ്രസക്തനായ വ്യക്തിയാണെന്ന് കരുതുന്നു. അങ്ങനെ കരുതണമെന്നില്ല. പാർട്ടിക്കാരനാണെന്നുള്ള മട്ടിൽ സംരക്ഷിക്കണമെന്ന് അവർ കരുതുന്നു. അതെ, അത്രയേ ഉള്ളൂ. പക്ഷേ അവർ പറഞ്ഞിട്ടും കേൾക്കാത്തത് ആരോ അവരാണല്ലോ. അതെ, അതാരാണ്? അവരാരാണെന്ന് വെച്ചാൽ അതിൻ്റെ അടുത്ത ഘടകം ജില്ലാ കമ്മിറ്റിയിൽ ആരാണോ വേണ്ടെന്ന് ഉദ്ദേശിക്കുന്നവരാണ്. അതാ ഞാൻ പറഞ്ഞല്ലോ, കൺവെൻഷന് വിളിച്ചു പോയി. എന്നാൽ പ്രവർത്തിക്കാൻ എല്ലാ പേരുകളൊന്നും അത് അതിൻ്റെ കാര്യമില്ല. കഴിഞ്ഞു പോയതെല്ലാം നമുക്ക് അതിൻ്റെ കാര്യമേ ഇല്ല. അതായത് ചിലത് കണ്ടും കാണാത്തതൊക്കെ ആയി കടന്നു വന്നില്ലേ. എന്തെല്ലാം പ്രയാസങ്ങൾ കണ്ടിട്ടുണ്ടാവും. 42 വർഷക്കാലം യൂണിയന് റെക്കഗ്നേഷൻ ഇല്ലാതെ തന്നെയല്ലേ ജീവിച്ചത്. അതിന് ഒരു അവസരം കിട്ടിയപ്പോൾ അതിനെ ഉപകരിക്കുന്ന നിലയിലല്ലേ നിലപാടെടുത്തത്. അന്നും വിശ്വാസം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ വിശ്വാസമുണ്ടായിരുന്നു, ബാക്കി എല്ലാ ജോലികളിലും വിശ്വാസമുണ്ട്. ലീഡർഷിപ്പ് എന്ന് പറയുമ്പോഴല്ലേ വിശ്വാസക്കുറവ് വരുന്നതും ഒരകൽച്ച വേണ്ടതും. ഇവിടെയൊക്കെ നിന്നാൽ മതി. എന്തായിരിക്കും ഞാനത് കഴിഞ്ഞിട്ട് മെമ്പർഷിപ്പ് പുതുപ്പിച്ചിരുന്നെങ്കിൽ വീണ്ടും എൻ്റെ മുൻഗാമികളെ പോലെ ഏതെങ്കിലും ഒരാളിൻ്റെ തൊട്ടു താഴെ എന്നും
പിന്നെ എന്താ പറയുക, ഒരു വിമർശനം കേൾക്കാനും എത്ര ജോലി ചെയ്താലും അസംതൃപ്തനായി നിലനിൽക്കാനുള്ള മാനസികാവസ്ഥയിൽ രോഗിയായി മാറാനേ ഇടയുണ്ടാവുള്ളൂ. എം എം മണി താങ്കളെ സംരക്ഷിച്ചില്ല എന്ന് പറയുന്നു. എൻ്റെ ധാരണ തെറ്റാണെന്ന് താങ്കൾ പറയുന്നു. എം എം മണി സംരക്ഷിച്ചില്ല എന്നുള്ള വാക്കിലേക്ക് ഞാൻ വന്നില്ല. ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെതായ വ്യക്തിപരമായ നിലപാട് എനിക്കെതിരായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹം ഒരു ഘടനയുടെ ഭാഗമായി നിർബന്ധമായി അദ്ദേഹം പറഞ്ഞേ പറ്റൂ എന്ന നിലയിൽ വരുമ്പോൾ അതങ്ങനെ പറയാൻ ഇടയായി എന്നാണ് ഞാൻ കരുതുന്നത്. അവരുടെ ഒരു പദ്ധതി എന്ന് പറയുന്നത് ചില്ലറയല്ല, വർഷങ്ങളോളം നീണ്ടു നിന്ന പദ്ധതിയുടെ ഭാഗമായാണ്. പ്രാദേശികമായി വരുന്ന ദിനദിന പ്രവർത്തനങ്ങളിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് നീതിബോധത്തിനും പാർട്ടിക്ക് താല്പര്യമുള്ള നിലയിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ ഈ പറഞ്ഞ നേതാവ് പോരാന്നുള്ള അഭിപ്രായമാണ്. മണി ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ചെയ്യുന്നതല്ലല്ലോ നേതാവ്. ഞാൻ തുടക്കത്തിൽ വന്ന കാലം മുതൽ നേതാക്കൾ അടുപ്പം കാണിക്കുകയും വ്യക്തിപരമായി കാര്യങ്ങൾ മനസ്സിലാക്കുകയും അന്വേഷിക്കുകയും തെറ്റുകുറ്റമുണ്ടെങ്കിൽ തിരുത്തുകയും അതിനെ അനുസൃതമായി ഉയർത്തി ഒപ്പം പിടിക്കുകയല്ലേ ചെയ്തത്. ഞാനിപ്പം മുല്ലപ്പെരിയാറിൽ കിടന്ന് 12ാമത്തെ ദിവസം മനുഷ്യച്ചങ്ങലയുണ്ട്. ആ മനുഷ്യച്ചങ്ങലയിൽ ഞാൻ നിൽക്കുമ്പോൾ പിണറായി എന്നെ ചേർത്ത് നെഞ്ചോട് ചരിച്ചാണ് പിടിച്ചത്. എന്തിനാ ഇങ്ങനെ ചരിച്ച് പിടിക്കണമെന്ന് എനിക്കും പിടികിട്ടിയില്ല. പക്ഷേ എപ്പോൾ വേണേലും ഞാൻ 12 ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കുമല്ലേ, വീണുപോകുമെന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവം കൊണ്ടറിയാം. മണി അങ്ങനെ ചേർത്ത് പിടിച്ചില്ല. എൻ്റെ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ആരെങ്കിലും പറയുന്നത് കേട്ട് പിന്നെ ചേർത്ത് പിടിക്കുകയും അല്ലെ തള്ളിപ്പറയുകയുമല്ല. അവരുടെ നിലപാട് ഇതായിരുന്നു, മുൻവിധിയോടുകൂടിയായിരുന്നു. ഇത്രയും സീനിയറായ നേതാവായ എം എം മണിയെ താങ്കൾക്കെതിരെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെ ഒരു സമീപന രീതിയിലേക്ക് കൊണ്ടുവരാൻ എങ്ങനെ കഴിയും? എനിക്കറിയില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു മുൻവിധിയുണ്ട്, ആവർത്തിക്കുന്നില്ല. 85 മുതൽ അവർക്കൊരു ട്രാക്ക് ഉണ്ട്. ഞാൻ പറയില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യത്തിൻ്റെ ഒരു ട്രാക്ക് ഉണ്ട്. 85 മുതലേക്ക് ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതിന് മുമ്പ് ഈ പാർട്ടിക്കകത്ത് അങ്ങനെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ സ്വാർത്ഥത എവിടെയുണ്ട്. ആ സ്വാർത്ഥതയെ അതിജീവിക്കാൻ ഈ പ്രദേശത്ത് കളിയില്ല. അത് പ്രസ്ഥാനത്തിന് ദോഷം ചെയ്യും. ഇപ്പോൾ പറഞ്ഞാലും ദോഷം ചെയ്യും. അതിൻ്റെ ആവശ്യമില്ല. ചിലത് കണ്ടില്ലെന്ന് വിടുക. ഒരു സ്പ്ലിറ്റ് ഉണ്ടാവും. ഞാൻ തിരിച്ചു പോയിരുന്നെങ്കിലും അതവിടെ സംഭവിക്കും. പാർട്ടിക്കകത്ത് കലഹമുണ്ടാക്കാൻ ഞാനില്ല. അതിലൂടെ ഒരു വാർത്തയോ അല്ലെങ്കിൽ ക്യാമനാണെന്ന് പറഞ്ഞു വരുത്താനോ നമ്മളാളല്ല. ഇഷ്ടമില്ല, അങ്ങ് വിട്ടു, സഹിച്ചു. 5 കൊല്ലം കാത്തിരുന്നു, നേതാക്കന്മാരും ശ്രമിച്ചു, നടന്നില്ല, വാശിയിലായി. എന്തിപ്പോൾ അത്ര തന്നെ. പിന്നെ നമുക്കായി ഇത്രയും പോയ സ്ഥിതിക്ക് നമ്മളോടൊപ്പം നിന്ന ആളുകൾക്ക് വേണ്ടി പലതും മറന്ന് നമ്മൾ ചിലത് ചെയ്യേണ്ടി വരും അല്ലേ. ഇഷ്ടക്കാർക്കും നമ്മളെ സഹായിച്ച ആൾ നന്ദിയുള്ള ഒരു മനുഷ്യനാണ് എങ്കിൽ അവരെ സംരക്ഷിക്കാൻ പലതും മറന്ന് ചിലത് ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ വേറെ ഒരു പാർട്ടിയെ തിരഞ്ഞെടുത്തു എന്നുള്ളത് ഉൾക്കൊള്ളാൻ കേരള സമൂഹത്തിന് ചിലപ്പോൾ കളിയില്ല, ചിലപ്പോൾ നല്ല കളിയില്ല. കാരണം മാർക്സിസ്റ്റുകാരൻ BJPക്ക് പോയത് ശരിയാണോ? അത്ര കടുത്ത സാഹചര്യത്തിലേക്ക് പോകാൻ ഇവൻ്റെ മനസ്സ് എങ്ങനെ ശരിയായി? എങ്ങനെ ഇവൻ്റെ മനസ്സ് സമ്മതിച്ചു? ഇതല്ലേ ചോദ്യം. ഞാനിപ്പോൾ വരുമ്പോൾ കാണുമായിരുന്നു താങ്കളുടെ ഇതിൻ്റെ മേളിൽ BJPയുടെ കൊടികൾ. നേരത്തെ ഞങ്ങളിതിലെ പലതവണ വന്നപ്പോൾ ചുവന്ന കൊടി ഉണ്ടായിരുന്നു. ഒരു മാനസികമായ ഒരു ഐക്യം BJPയോട്, അതായത് എതിർ പ്രത്യയശാസ്ത്രത്തിലേക്ക് എത്തിച്ചത്. പ്രത്യയശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ ഒരു നീതിബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാം ചലിച്ചാൽ ഒന്നിനും പ്രശ്നമില്ല. BJPയിൽ നിന്ന് എന്ത് സംരക്ഷണമാണ് താങ്കൾക്ക് കിട്ടുന്നത്? കൂടെ നിൽക്കുന്ന ആളുകൾ മാനസിക പ്രയാസമില്ലാതെങ്കിലും നിൽക്കുമല്ലോ. എല്ലാ ദിവസവും വന്നോ ആ പാർട്ടി ഓഫീസിൽ പോവുകയോ കൊടി പിടിക്കുകയോ അല്ലെങ്കിൽ പിന്നെ ഉണ്ടികൾ പിരിക്കുകയോ മറ്റുമൊക്കെ ആരും ഒന്നും ചെയ്യാറില്ലല്ലോ. അവരുടെ പരിപാടിക്ക് അവരുടെ ഒപ്പം നിൽക്കുക, പ്രവർത്തിക്കുക. ആ പ്രവർത്തനമെല്ലാം ഈ പ്രദേശവാസികൾക്ക് വേണ്ടിയിട്ടാണല്ലോ. നമ്മളിപ്പോൾ അവിടെ ചെന്നിട്ട് നയരൂപീകരണമൊന്നും അല്ലല്ലോ ചെയ്യുന്നത്, ആണോ? BJPയുടെ ഒരു നയമുണ്ട്. ആ നയവും ഇപ്പോൾ നമുക്ക് വടക്കേന്ത്യയിൽ അവിടെയുള്ള താങ്കളുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. ആ നിലയ്ക്ക് ഇപ്പോൾ ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് മറ്റു പല സംഘടനകളുടെയും അവരുടേതായ കരുത്താണ്. BJPയിൽ ചേർന്നതിന് ശേഷം ദേവികുളത്ത് എസ് രാജേന്ദ്രൻ എന്താണ് ലക്ഷ്യമിടുന്നത്? എത്രമാത്രം പിന്തുണ താങ്കൾക്ക് ഇവിടെയുണ്ട്? ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ ഈ കൊടി,
ആരെയും വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു സ്ഥലത്തും യോഗം നടത്താൻ പോയിട്ടില്ല. ഒരു സ്ഥലത്തും യോഗം നടത്തി പ്രകടനത്തിൽ വരണമെന്ന് ഞാൻ പറഞ്ഞില്ല. 3 രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ അടക്കമാണ് ഞങ്ങൾ രാജീവിനെ കാണുന്നത്. അപ്പോൾ അവിടെ വെച്ചാണ് ഫിക്സ് ചെയ്യുന്നത്. ഞാൻ താങ്കളുടെ ആഫീസിൽ അല്ലെങ്കിൽ ഇവിടെ നിന്ന് മെമ്പർഷിപ്പ് എടുക്കാൻ തയ്യാറല്ല. എൻ്റെ കൂടെയുള്ള ആളുകളുടെ സാന്നിധ്യത്തിൽ അവർക്ക് അടക്കം ഒരു 1000 പേർ മൂന്നാറിൽ ഞങ്ങൾ മെമ്പർഷിപ്പ് എടുക്കാം. ഇപ്പോൾ ഇതിൽ 2000 കൊടിയുണ്ട്. ഈ കൊടി 500 പേരാണ് ലക്ഷ്യമിട്ടത്. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എസ് രാജേന്ദ്രൻ BJPയുടെ ബാനറിൽ ദേവികുളത്ത് മത്സരിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? മത്സരിക്കില്ല. പിന്നെ എന്താണ് ലക്ഷ്യമിടുന്നത്? സമ്മേളനം നടന്ന അന്ന് തന്നെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം മറ്റേ ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ ഓപ്പോസിറ്റിൽ ബാക്കിലിരിക്കുന്ന 2ാമത്തെ ലൈൻസിൽ 2ാമത്തെ വീട് ഒന്ന് അകത്ത് കയറി കണ്ടു. അവരോട് ചോദിച്ച അമ്മയോട്, നിങ്ങൾ എത്ര കാലം? ഞാൻ 3 തലമുറ. എത്ര പേരാണ് ഈ മുറിക്കകത്ത്? 7 പേരാണ്. അങ്ങനെ മേളിൽ അത് നോക്കിയിട്ട് പുറത്ത് വന്ന് പറഞ്ഞ കാര്യം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു, നോട്ട് ചെയ്തിട്ടിരുന്നു, ഫോട്ടോ ഇട്ടിരുന്നു. മനസ്സ് തട്ടി പറഞ്ഞ ഒരു കാര്യമാണ്. ബ്രിട്ടീഷുകാരൻ പോയിട്ടും ഇവരെ രക്ഷിക്കാൻ ഇതുവരെ ആയിട്ടില്ല. എന്ത് വില കൊടുത്തും ഞാൻ ഇതിനു വേണ്ടി സേവനം ചെയ്യുന്നു. പാർട്ടി ഇവിടെ മത്സരിക്കാൻ പറഞ്ഞാലോ? അതിനെ സംബന്ധിച്ച് എനിക്കൊരു അവ്യക്തതയുണ്ട്. മത്സരിക്കരുതേ എന്നുള്ള അഭിപ്രായമാണ്. പകരം ആരെങ്കിലും നിർദ്ദേശിക്കാം. അതിനിപ്പം അതിൻ്റെയും ചട്ടക്കൂടിനകത്ത് എനിക്കിപ്പോൾ അതിൻ്റെ സംഘടനാ സ്ട്രക്ചറൊന്നും അറിയില്ല. അതിനകത്ത് ഇപ്പോൾ എല്ലാവരും നമ്മൾ പോയത് കൊണ്ടിട്ട് ഇവൻ മത്സരിക്കാൻ വന്നവനാണ് എന്നുള്ളൊരു ഉദ്ദേശം അവർക്ക് കണ്ടേക്കാം. അപ്പം അങ്ങനെയെല്ലാമുള്ള അതിൻ്റെ ഘടന മനസ്സിലാക്കി അത്ര ഒരു ക്ലാരിറ്റി എനിക്കില്ല. മത്സരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഒരു ഹൈപ്പോത്തിക്കറ്റിക്കൽ പോസ്റ്റ്. ഞാനിപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു കമാൻഡ് പറയുന്നില്ല. 2010 കണ്ട രാജേന്ദ്രനും 2026 കാണുന്ന രാജേന്ദ്രനും വലിയ മാറ്റമില്ലേ? ഉണ്ടോ? പാർട്ടി മാറി. എന്തുകൊണ്ട് മാറി? ഒരു മറുപടിയും കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അടിമയായി എത്ര കാലം തുടരാൻ പറ്റും? സമ്പാദ്യം അധ്വാനിച്ചത് മുഴുവനും പാർട്ടിയോടൊപ്പമാണ്. സ്വയസമ്പാദ്യം എൻ്റേതായുള്ള പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുള്ള കാലഘട്ടത്ത്, MLA ആയിരുന്ന കാലഘട്ടത്ത് ഇന്നത്തെ ദിവസം വരെ എൻ്റെ അസറ്റിനെ മുഴുവനും സോഷ്യൽ ഓഡിറ്റ് നടത്താം. അപ്പുറത്തും തയ്യാറുണ്ടോ? ഞാൻ ഈ കഴിഞ്ഞ ദിവസം നേതാക്കളുടെ സമ്പാദ്യത്തെക്കുറിച്ച് ED അന്വേഷിക്കണമെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ രാജേന്ദ്രൻ ഇവരോടൊക്കെ വർഷങ്ങളായി ചേർന്ന് പ്രവർത്തിച്ച പാരമ്പര്യമുണ്ട്. ഒന്നുമല്ലാതെ എസ് രാജേന്ദ്രൻ ഈ നേതാക്കൾക്കെതിരെ ED അന്വേഷണം ആവശ്യപ്പെടുമോ? നേതാക്കൾക്കെതിരെ ഞാൻ പറഞ്ഞേയില്ല. എല്ലാ നേതാക്കളും വെച്ചോട്ടെ, എനിക്കതിൻ്റെ ആക്ഷേപമില്ല. എല്ലാ നേതാക്കളും വെച്ചോട്ടെ, എനിക്കതിൽ ആക്ഷേപമേ ഇല്ല. ഒരു നേതാവിൻ്റെ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ നടന്നിട്ടുള്ള തട്ടിപ്പിനെ സംബന്ധിച്ചും ഒരു വാട്ടർ ബോഡിക്കകത്ത് നടത്തിയിട്ടുള്ള അതിക്രമവും ക്രമക്കേടിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇത്രയും സീനിയറായൊരു നേതാവിനെ ചില നേതാക്കൾ മാത്രം തെറ്റിദ്ധരിപ്പിച്ച് ഈ പാർട്ടിയിൽ നിന്ന് വേട്ടയാടി പുറത്താക്കാനായിട്ട് കഴിയുമോ? അങ്ങനെ ഒരു സംവിധാനമാണോ ഈ CPM? എതിർത്ത് കേട്ട ആളുകൾ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കും. ഇനി കമ്മീഷനിൽ എനിക്കെതിരെ പറഞ്ഞില്ലേ സാക്ഷി, അവരോട് വേണമെങ്കിൽ വേറെ ആരും അറിയാതെ രഹസ്യമായിട്ട് ചോദിക്കും, നിങ്ങൾ എവിടെ കണ്ടു, ആരോട് പറഞ്ഞു, എന്തു പറഞ്ഞു, എതിരെ വോട്ട് ചെയ്യാൻ പറഞ്ഞു എന്നൊന്നും അന്വേഷിക്കും. എന്നാൽ ഒരു രഹസ്യം കൂടി പറയാം. രാജേന്ദ്രൻ്റെ വളർച്ച ഇത്രയധികം ഭയപ്പെടാനുള്ളൊരു കാരണം എന്താ? രാജേന്ദ്രൻ എന്നാ വളരാന്ന്? അവൻ എന്നാ വളരണ? ഒന്ന് വളരണന്നല്ല. 2007, 2006 അവസാനം 2007 VS മുഖ്യമന്ത്രി സ്ഥാനം, മൂന്നാർ ദൗത്യം ഭയങ്കരമായി ദേശീയ ശ്രദ്ധ വരെ ആകർഷിച്ചു. അന്ന് അതിനെതിരെ ശക്തമായി നിലകൊണ്ട ആളാണ് മണിയാശാൻ, ജയചന്ദ്രൻ, താങ്കൾ. ഈ ദൗത്യം അവസാനിപ്പിക്കാൻ അന്ന് തുടക്കത്തിൽ താങ്കൾ ഓർക്കുന്നുണ്ടോ? പിണറായി വിജയൻ വരെ മൂന്നാറിലെ അനധികൃതമായ കയ്യേറ്റങ്ങൾ സന്ദർശിച്ച് അതിന് ദൗത്യത്തിന് പച്ചക്കൊടി കൊടുത്തു. പിന്നീട് എന്ത് സംഭവിച്ചു? അക്കാര്യത്തിൽ അന്നും പിണറായിയും കോടിയേരിയും എടുത്ത നിലപാട്
ഈ പൊളിക്കലും മറ്റു പ്രശ്നങ്ങൾക്കും നിയമവിരുദ്ധമായി നടന്നിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അവരും എതിരാണ്. നിയമവിരുദ്ധമായി ഒന്നും പാടില്ലെന്ന് അവർ, പക്ഷേ നിയമാനുസരണം എന്തും ചെയ്യാം, ഇതാണ് അവരുടെ ലൈൻ. എന്തും ചെയ്തോ, ഇപ്പോൾ അടച്ച് പൂട്ടിയിട്ടേ അത് ഇടിച്ച് പൊളിക്കാൻ പോകേണ്ട കാര്യമില്ല. നിയമവിരുദ്ധമായി ചെയ്തിട്ടുണ്ടോ, ഗവൺമെൻറ് ഏറ്റെടുത്തോ, ലീസിന് കൊടുക്ക്. അങ്ങനെ ജനങ്ങൾക്ക് ഒരു പേടി തോന്നത്തക്ക, മാനസിക പ്രയാസം ഉണ്ടാക്കത്തക്ക നിലയിലേക്കുള്ള നടപടി വേണ്ടെന്നേ അന്നും അവർ ഉദ്ദേശിച്ചു. കാരണം ആദ്യമായി സമരം ചെയ്യുന്നത് ഇവിടെ ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ലക്ഷ്മണനൊക്കെയാണ്. ബൈക്കിൽ കയറി നിൽക്കുന്നു, ഞാൻ 3 ദിവസം ഇവിടെ സമരം ചെയ്യുന്നു, സുരേഷ് കുമാറെ മോശമായി ഞങ്ങൾ പറയുന്നു, ഇതെല്ലാം ഞങ്ങളാണ് ചെയ്തത്. പക്ഷേ ഒരു നേതാവും ഇടപെട്ടിട്ടില്ല, ഈ പറഞ്ഞ ആരും. എന്താ നടക്കണേന്ന് നോക്കാമെന്ന് വിചാരിച്ച് അവർ ഉണ്ടായിരുന്നത്. കുറേ കാലം കഴിഞ്ഞതിന് ശേഷം ഈ സമരം നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് പിണറായി വിളിച്ചു. അന്ന് അദ്ദേഹം സെക്രട്ടറിയാണ്. എന്താ പാർട്ടിക്കെതിരാണല്ലോ പരിപാടി, ആര് പറഞ്ഞു എന്താണെന്നൊക്കെ ആദ്യം ഒന്ന് വരട്ടി. ഞാൻ പറഞ്ഞു നിവർത്തിയില്ല സഹാവേ, ഒരു മാർഗവുമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിയമാനുസരണ കാര്യങ്ങൾ നടക്കാൻ സഹകരിക്കണം, അല്ലാത്ത കാര്യത്തിനൊന്നും നമുക്ക് പറ്റത്തില്ലെന്നു. അപ്പം ഞങ്ങൾ പൊളിക്കൽ നടക്കുന്നതിനിടയിലാണോ? ഇടയില്ല. നിയമാനുസരണം എല്ലാ കാര്യത്തിനും നമ്മൾ യോജിക്കാം. ഇടിക്കലും പൊളിക്കലും ഒക്കെ നമുക്ക് ആവശ്യമില്ലാത്തതാണ്. കച്ചവട സ്ഥാപനങ്ങളെല്ലാം ഇടിച്ച് പൊളിക്കാനൊന്നും, ഈ ടൗണെല്ലാം പൊളിക്കണമെന്ന് വന്നല്ലോ, അങ്ങനെ മൂന്നാർ ടൗണെ പൊളിച്ച് മാറ്റാൻ നമ്മൾ അനുകൂലമല്ല. രാജേന്ദ്രൻ ധൈര്യമായിട്ട് നിന്നു എന്ന് മാത്രം ഒരു വാക്ക് പറഞ്ഞു. ഞാൻ ഇന്ന് വരെ അത് ആരോടും പറഞ്ഞിട്ടുമില്ല. പിന്നെ അന്നെല്ലാം പൊളിക്കലിനെതിരായിരുന്നു പിണറായി. പൊളിക്കലിന് എതിരാണ്, പക്ഷേ നിയമവിരുദ്ധമായി നടന്നിട്ടുള്ളതിന് നിയമ നടപടി സ്വീകരിക്കണമെന്ന നിലപാടിലായിരുന്നു കോടിയേരിയും പിണറായിയും. അതേ നിലപാടിനോട് എതിർപ്പായിരുന്നു. പൊളിക്കണ്ട എന്നായിരുന്നു. പക്ഷേ VS അതുമായി മുന്നോട്ട് പോയി. അതിപ്പം മേലിൽ നേതാക്കന്മാർ തമ്മിൽ എന്താണ് നമുക്കറിയില്ലല്ലോ. ഞങ്ങളെപ്പോലും കൂട്ടിയില്ലല്ലോ. ഇപ്പോൾ വാഗവാർ പോയെന്ന് ഞങ്ങളെപ്പോലും കൂട്ടിയില്ലല്ലോ. സ്വട്ടറെല്ലാം രാത്രി വാങ്ങിച്ചുകൊണ്ട് കൊടുത്ത് വന്ന് ഒരു 12-1 മണിക്ക് വന്ന് ഞങ്ങൾ വീട്ടിൽ കിടക്കുന്നു. രാവിലെ 4 മണിക്ക് പുള്ളി ഒറ്റയ്ക്കങ്ങ് പോയി. അപ്പം അത് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടും കാര്യങ്ങളും വേറെയാണ്. പക്ഷെ അന്നൊന്നും പിന്നെ മണിയാശാനോ ജയചന്ദ്ര സഖാവോ ഒന്നും പിണറായിയുടെ കൂടെ ഇല്ലല്ലോ. പക്ഷെ പിണറായി ആദ്യമായി വിളിക്കുന്നത് എന്നെയല്ലേ. അപ്പോൾ ഞാൻ അവരോട് പക്ഷേ ഓപ്പണായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് പിണറായിയുടെ പക്ഷത്തേക്ക് നീങ്ങുന്നത്. അന്ന് ഈ പൊളിക്കലിനെതിരെ നിങ്ങൾ ശക്തമായ നിലപാടെടുക്കുമ്പോൾ സപ്പോർട്ട് തന്നാരാ? പൊളിക്കലിന് എതിരെ ശക്തമായ നിലപാട് എടുത്തത് പിണറായി തന്നെയല്ലേ. ആദ്യമായിട്ട് എന്നെയാണ് വിളിക്കണേ. ആ ദൗത്യം തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും കാര്യങ്ങളെല്ലാം ശരിയാണ്, സമീപനങ്ങളിൽ പാളിച്ചു പറ്റി. ഉദ്യോഗസ്ഥർ അവരെ കൊണ്ടുപോയതും നടത്തിച്ചതും ആവശ്യമില്ലാത്ത പണികളായിപ്പോയി. അതാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ജില്ലയിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്ന ഒരു മാറ്റങ്ങളുണ്ടാവും. CPM-ന് തിരിച്ചടി കിട്ടും. മാറ്റങ്ങളുണ്ടാവും. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കുറ്റബോധവും ഇല്ല. വളരെ സമയം കൊടുക്കുകയും ചെയ്തു, വളരെ ആലോചിക്കുകയും ചെയ്തു. ഒറ്റബുദ്ധി തീരുമാനവും ഇല്ല. ഞാൻ ഈ മൂന്നാർ ടൗണിൽ പ്രസംഗിക്കാൻ, ജനിച്ച മണ്ണിൽ ഒരു രാഷ്ട്രീയ നേതാവ് MLA ആയിരിക്കുന്ന ആളിനെ പ്രസംഗിക്കാൻ ഇവരുടെ വീടിൻ്റെ വാതിൽക്കൽ പോയി നിൽക്കേണ്ടതുണ്ടോ MLA ആയിരിക്കുമ്പോൾ? അങ്ങനെ ഇനിയുള്ള ദിവസങ്ങളിൽ മൂന്നാറിൽ BJP പ്രവർത്തകനോ നേതാവുമായ S. രാജേന്ദ്രനെ കാണാൻ കഴിയും. ഇനി അങ്ങ് കൂടിപ്പോയാൽ ഒരു 10-15 വർഷക്കാലത്തേക്കോ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ സമയം ഉണ്ടാവുള്ളൂ. അത്രയേ ഉള്ളൂ. അത് പിൻഗാമികൾക്ക്, കുട്ടികൾക്ക്, മക്കളുടെ മക്കൾ, അങ്ങനെ വരുന്ന ആളുകൾക്കൊരു ഭാവി വേണ്ടേ, രാഷ്ട്രീയ സംരക്ഷണം വേണ്ടേ? നേരത്തെ പറഞ്ഞ നേതാക്കൾക്ക് അവരുടെ പിൻഗാമിയായി ഒരാൾ കൂടി. യെസ്, കറക്റ്റ്. അവർ പിന്നെ അതേപടി അങ്ങ് നിന്നുപോയി. ഞാൻ അടുത്ത സ്റ്റെപ്പ് കാല് വെച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇനി അടുത്ത പിൻഗാമി ആരായിരിക്കും? അങ്ങനെ വരാൻ സാധ്യതയില്ല. അത് ഇവിടെ ഫുൾ സ്റ്റോപ്പ് ആകും. ഇതിൽ നിന്ന് പാഠം, അതുകൊണ്ടാണ് ഇടയ്ക്ക് ഞാൻ പറഞ്ഞത് മാർക്സിസ്റ്റ് പാർട്ടി തിരിച്ചറിയാനും ശുദ്ധീകരിക്കാനും കൂടി ഇത് ഉപകരിക്കും. ഓക്കെ, താങ്ക് യു.